അൺഅക്കാഡമി കേരള PSC 10th ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു നേട്ടം എ 30-day ക്രാഷ് കോഴ്സ് ഫോർ 10th ലെവൽ പ്രിലിംസ്. 30 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിലെ മുഴുവൻ ടോപ്പിക്സും കവർ ചെയ്യാൻ കഴിയും. നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ അൺഅക്കാഡമിയുടെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ എൻറോൾ ചെയ്യൂ. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. നാച്ചുറൽ സയൻസ് ഷാഫി തോംസൺ, ഫിസിക്കൽ സയൻസ് ജാഫർ സാദിഖ്, ഫാക്ട്സ് അബൌട്ട് കേരള മുഹമ്മദ് റോഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാജ മുഹമ്മദ്, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ രാഹുൽ ചന്ദ്രൻ, കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, മാത്സ് ഇസ്മായിൽ കാലടി. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡിസംബർ 28 ആരംഭിക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ മറക്കാതെ എൻറോൾ ചെയ്യൂ. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് പാസ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. എന്റെ എല്ലാ കൂട്ടുകാർക്കും അൺഅക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മെമ്മറി കോഡ്സ് എന്ന് പറയുന്ന നമ്മുടെ കോഴ്സിലെ 11ാമത്തെ ലെസൺ ആണ് ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. കൂട്ടുകാരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന കോഡുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിലാണ് ഇതുപോലെ പുതിയ പുതിയ കോഡുകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഉപയോഗപ്പെടുത്തുക. ഒരിക്കലും പഠിച്ച കാര്യങ്ങൾ റീറൈറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കരുത്. പുതുതായിട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഈ കോഡുകൾ ഉപയോഗിക്കുക. ഒരു ആവറേജ് ലെവൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ജസ്റ്റ് അബവ് ആവറേജ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ്. ഒരിക്കലും ഇത് എക്സ്പേർട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള കോഡുകളല്ല എന്നുള്ളത് ആദ്യമായി സൂചിപ്പിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ ആ ഒരു സെൻസിൽ കേട്ട് മനസ്സിലായി വിഷ്വലൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് ഒരിക്കലും നിങ്ങൾ മറന്നു പോവുകയുമില്ല എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ലെസണിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, പറയാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, ഒരുപാട് നദികളുണ്ട് അല്ലെ. നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന പെനിൻസുലാർ റിവേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കാനുള്ള കോഡാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, പടിഞ്ഞാറോട്ടൊഴുകുന്ന പെനിൻസുലാർ റിവേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് കോഡ് പ്രകാരം പഠിക്കാനാണ് നമ്മളിവിടെ പോകുന്നത്. കോഡ് ഇത്രയേ ഉള്ളൂ. ആദ്യം നമുക്ക് നദികൾ ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, ഗോദാവരി, നർമ്മദ, താപ്തി, കാവേരി, കൃഷ്ണ. ഓക്കെ, ഒരുപാട് നദികളുണ്ട്. ആ എല്ലാ നദികളും കൂടെ പഠിക്കുന്ന സമയത്ത് പെനിൻസുലാർ ഏതാണ് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതാണെന്ന് ചോദിച്ചാൽ മാറിപ്പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ചിത്രം, ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു ടേം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും ഇനി അത് മാറിപ്പോവില്ല. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് പഠിക്കാൻ, പെനിൻസുലാർ റിവേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചാൽ ഇത്രയും ഓർത്തിരിക്കുക. ആദ്യം നെയിമുകളൊന്ന് മനസ്സിലേക്ക് എടുക്കുക. എല്ലാ പ്രാവശ്യം വരുന്ന പോലെ പറയുന്ന പോലെ തന്നെ അതെന്ത് ചെയ്യുക, ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഗോദാവരി, നർമ്മദ, താപ്തി, കാവേരി, കൃഷ്ണ. ഗോദാവരി, നർമ്മദ, താപ്തി, കാവേരി, കൃഷ്ണ. ഗോദാവരി, നർമ്മദ, താപ്തി, കാവേരി, കൃഷ്ണ. ഇതാണ് നദികൾ എന്നുള്ളത് ആദ്യം മനസ്സിലേക്ക് എടുക്കുക. ഇനി ഇത്രയേ ഉള്ളൂ. ഗോദയിലെ നർത്തകിമാരാണ് കാവേരിയും കൃഷ്ണയും. ഗോദയിലെ നർത്തകിമാരാണ് ആരൊക്കെ? കാവേരിയും കൃഷ്ണയും. രണ്ട് പേരുകൾ ഓർത്തിരിക്കുക. നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന പേരുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാലും നമുക്ക് കാവേരിയും കൃഷ്ണയൊക്കെ തന്നെ ആയിരിക്കും വരിക അല്ലെ. അപ്പോ അതായത് ഒരാളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ പേരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രണ്ട് പേരുകളാണ് കാവേരിയും കൃഷ്ണയും. ഓക്കെ, അപ്പൊ ആ കാവേരിയും കൃഷ്ണയും ഗോദയിലെ നർത്തകിമാരാണ്. എവിടെയാണ്? ഗോദയിലെ നർത്തകിമാരാണ്. ഗോദയിൽ എന്നുള്ളതിൽ നിന്ന് ഗോദാവരി, നർത്തകിമാരാണ് എന്നുള്ളതിൽ നിന്ന് നർമ്മദയും താ എന്ന് പറയുന്നത് താപ്തിയും. നർമ്മദയും എടുക്കണം, താപ്തി എടുക്കണം. അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. നർത്തകിമാരാണ് എന്നുള്ളതിൽ നർമ്മദയുണ്ട്, താപ്തിയുണ്ട്. ഓക്കെ, ഗോദയിലെ നർത്തകിമാരാണ് കാവേരിയും കൃഷ്ണയും. ഓക്കെ, അപ്പൊ ഗോദയിലെ നർത്തകിമാരാണ് കാവേരിയും കൃഷ്ണയും. അതിലിനിപ്പോ നിങ്ങൾക്ക് കൃഷ്ണ മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ളെങ്കിൽ കൃഷ്ണയുടെ കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് കാവേരി മനസ്സിലേക്ക് വരും. അത് അവര് നർത്തകിമാരാണെന്നുള്ളതും മനസ്സിലേക്ക് വരും. അത് എവിടെയാണെന്നുള്ളതും ഗോദയിലാണെന്നുള്ളതും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതാണ് അതിന്റെ ഒരു വശം എന്ന് പറയുന്നത്. ആ ചിത്രം ഒന്ന് മനസ്സിലേക്ക് ആലോചിക്കുക. രണ്ടാളുകൾ ആരൊക്കെയാ? കാവേരിയും കൃഷ്ണയും. അവര് ഗോദയിൽ ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. നർത്തകിമാരാണ്. ഗോദയിലെ നർത്തകിമാരാണ് ആരൊക്കെ? കൃഷ്ണയും കാവേരിയും. ഓക്കെ, അപ്പൊ ആ 5 നദികളുടെ പേരുകൾ നിങ്ങൾക്ക് ഇനി മാറിപ്പോകില്ല. അപ്പൊ ആ ഒരു വിഷ്വൽ മനസ്സിൽ ഉണ്ടാക്കി വെക്കുക. ഗോദയിലെ നർത്തകിമാരാണ് കാവേരിയും കൃഷ്ണയും. ഇത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണെന്നുള്ള ഒരു തെഡ് മനസ്സിലുണ്ടായിരിക്കണേ. അത് മറന്നു പോകരുത്. അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ പടിഞ്ഞാറോട്ട് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്. പെനിൻസുലർ
പെനിൻസുലാർ റിവേഴ്സ് ആണ് ഇവിടെ പറഞ്ഞത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഗോദയിലെ നർത്തകിമാരാണ് കാവേരിയും കൃഷ്ണയും. ഗോദാവരി, നർമ്മദ, താപ്തി, കാവേരി, കൃഷ്ണ. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ സമയത്തിന്റെ പരിമിതി മൂലം ഇവിടെ അടുത്ത കോഡിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഇത് 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ഇത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യം വരില്ല എന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നു. അടുത്ത കോഡ് എന്ന് പറയുന്നത് ഒരു ശ്രമമാണ്. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ പലപ്പോഴും എത്ര പഠിച്ചാലും നമുക്ക് മനസ്സിൽ നിൽക്കാത്ത ഒരു സംഭവമാണ് എന്ത്? ജലവൈദ്യുത പദ്ധതികളും അല്ലെങ്കിൽ ഡാമുകളും. ഓക്കെ, ആ ഡാമുകളും അല്ലെങ്കിൽ ജലവൈദ്യുത പദ്ധതികളുമായിട്ട് പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആണെങ്കിലും ഡാമുകളാണെങ്കിലും ഒരു കാറ്റഗറിയിലാണ് നമ്മളത് പഠിക്കേണ്ടത്. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട 2 ഫാക്റ്റുകൾ കൂടിയുണ്ട്. ഒന്ന്, അത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും. ഓക്കെ, ഓരോ പ്രൊജക്ടുകളാണെങ്കിലും ഡാമുകളാണെങ്കിലും ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ആണെങ്കിലും ഡാമുകളാണെങ്കിലും ഒക്കെ 3 കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചിരിക്കണം. ഒന്ന്, നദി ഏതാന്ന് പഠിച്ചിരിക്കണം, ഏത് സംസ്ഥാനത്തിലാണെന്ന് പഠിച്ചിരിക്കണം, ഡാമിന്റെ പേര് ഏതാന്നുള്ളതും പഠിച്ചിരിക്കണം. ഇത് 3ഉം PSC മാറ്റിയും മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണ്. ഉപയോഗപ്പെട്ടാൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, ഇതിലേതെങ്കിലും ഒരു ടേം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ളത് ഓർക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ട്രൈ ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. ഓക്കെ, അപ്പോ നദി, സംസ്ഥാനം, ഡാമിന്റെ പേര് എന്ന ഓർഡറിലാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഏതൊക്കെയാ? നദി, സംസ്ഥാനം, ഡാമിന്റെ പേര്. ആ ഓർഡറിലാണ് നമ്മുടെ കഥകളെല്ലാം പോകുന്നത്. ഓക്കെ, ഓരോന്നും ഓരോ സാഹചര്യമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നിങ്ങൾ മനസ്സിലേക്ക് വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രേ ഉള്ളൂ. ഒന്നാമത്തെ ഇത്രേ ഉള്ളൂ. ഭഗീരഥി എന്ന് പറയുന്നത് ഒരു ടീച്ചറാണ്. ഓക്കെ, ആ ടീച്ചർ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തെറി പറയും. ഒരു വെറൈറ്റി ടീച്ചറാണ്. ഓക്കെ, ഭഗീരഥി എന്ന് പറയുന്ന ടീച്ചർ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തെറി പറയും. ഇത്രേ ഉള്ളൂ. ഭഗീരഥി നദിയാണ്, സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് കേട്ടോ. ഉത്തരാഖണ്ഡാണ്. ഡാമിന്റെ പേര് തെഹ്രി ഡാം. അത് പലരും പഠിക്കുന്നവരൊക്കെ കേട്ടിട്ടുണ്ടാവും. തെഹ്രി ഡാം PSCയുടെ ചോദ്യ പേപ്പറിലെ ഒരു സ്ഥിരം ചോദ്യമാണ്. അപ്പൊ തെഹ്രി എന്ന് പറയുമ്പോൾ തെറിയാണ്. അത് ഉത്തരം പറഞ്ഞില്ലെങ്കിലാണ് കിട്ടുക. ഭഗീരഥി എന്ന് പറയുന്ന ടീച്ചറാണ് അത് പറയാറുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യണം? തിരിച്ചു മറിച്ചൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ, ഭഗീരഥി എന്ന് പറയുന്നത് നദിയുടെ പേരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് സംസ്ഥാനമാണെന്നുള്ളത് നമുക്ക് കിട്ടണം. തെഹ്രി എന്ന് പറയുന്നത് ഡാമിന്റെ പേരാണെന്നുള്ളതും കിട്ടണം. ഒരുപാട് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും. ഓക്കെ, അപ്പോ ഭഗീരഥി എന്ന് പറയുന്ന ടീച്ചർ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തെറി പറയും. ഓക്കെ, ഭഗീരഥി ടീച്ചർ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തെറി പറയും എന്നുള്ളത് ആലോചിച്ചിരുന്നാൽ അത് 3ഉം. ഓക്കെ, ഉത്തരം പറഞ്ഞില്ല, ഉത്തരാഖണ്ഡാണ് സംസ്ഥാനം. ആരാണ് പറയാ? ഭഗീരഥി ടീച്ചർ. അത് നദിയാണ്. ഏതാണ്? ഡാമിന്റെ പേരെന്താ? എന്താണ് അത് പറയാ? തെഹ്രി എന്നുള്ളതാണ്. തെറിയാണെന്നുള്ളത് ആലോചിച്ചിരുന്നാൽ മതി. ഭഗീരഥി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തെറി പറയും എന്നുള്ളതിൽ നിന്ന് ആ 3 കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടാൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം പഠിക്കുക കേട്ടോ. അടുത്തത്, മഹാ ഒടിയനാണ് ഹിരൺ. ഒടിയൻ എന്നുള്ള ടേം ഒക്കെ എല്ലാവരും മനസ്സിൽ ഇപ്പോ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വേർഡാണ് അല്ലെ. മഹാനായ അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. മഹാനായ ഒടിയനാണ് ഹിരൺ. ഹിരൺ എന്ന് പറഞ്ഞ ഒരു പയ്യൻ. ഓക്കെ, മഹാനായ ഒടിയനാണ് ഹിരൺ. ഓക്കെ, ഹിരാക്കുഡ് ഡാം ആണ്. ഒടിയൻ എന്നുള്ളതിൽ ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനം. മഹാനദി. മഹാനായ എന്നുള്ളതിൽ മഹാനായ ഒടിയനാണ് ഹിരൺ. മഹാനദി സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. അവിടെ ഡാമിന്റെ പേരെന്ന് പറയുന്നത് ഹിരണാണ്. അപ്പൊ ഹിരാക്കുഡ് എന്ന് കേട്ടാൽ ഹിരണാണ്, അയാൾ ഒടിയനാണ്. ഹിരൺ ഒടിയനാണെന്ന് കേൾക്കുമ്പോൾ നിന്ന് സംസ്ഥാനത്തിന്റെ പേര് ഏതാന്ന് കിട്ടും? നമുക്ക് ഒഡീഷ എന്ന് കിട്ടും. അത് മഹാനദിയിൽ, മഹാനായ ഒടിയനായതുകൊണ്ട് തന്നെ മഹാനദിയിലാണെന്നുള്ളതും അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പൊ ജസ്റ്റ് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലേക്ക് എടുത്തു വെക്കുക. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാര്യങ്ങൾ. ഒഡീഷ എന്ന് കേട്ടാൽ ഒടിയൻ, അത് ആരാണ് ഒടിയൻ? ഹിരണാണ്. ഹിരാക്കുഡ് എന്ന് പറയുന്ന ഡാമിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇനി ഒടിയൻ മഹാനായ ഒടിയനാണ്, അത് മഹാനദിയിലാണെന്ന് ഫോക്കസ് ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ബാക്കി ഓപ്ഷൻസ് നിങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരത്തിലേക്ക് എത്താനുള്ള സഹായവും ചെയ്തു തരും. ജസ്റ്റ് കോഡ് മനസ്സിലാക്കി വെക്കുക. മഹാനായ ഒടിയനാണ് ഹിരൺ, മഹാനദി, ഒഡീഷ, ഹിരാക്കുഡ്. ഓക്കെ, വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. അടുത്തത്, രവി പഞ്ചാബിലാണ് തേൻ വിറ്റത്. തേൻ ഡാം എന്ന് പറയുന്ന ഒരു ഡാം ഉണ്ട്. ഓക്കെ, രവി എന്ന് പറയുന്നത് നദിയുടെ പേരാന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. രവി പഞ്ചാബിലാണ് തേൻ വിറ്റത്. രവി
പഞ്ചാബിലാണ് തേൻ വിറ്റത്. ഓക്കെ, രവി പഞ്ചാബിലാണ് തേൻ വിറ്റത്. രവി എവിടെയാ തേൻ വിറ്റത്? പഞ്ചാബ് കൊണ്ടുപോയിട്ടാണ് തേൻ വിറ്റത്. അപ്പൊ തേൻ എന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരും രവി. അത് ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കഥാപാത്രമായിട്ട് സങ്കല്പിച്ചു വെച്ചാൽ വളരെ ഭംഗിയായി. ഓക്കെ, രവി പഞ്ചാബിലാണ്. അപ്പൊ രവി എന്ന് കേൾക്കുമ്പോൾ തന്നെ തേൻ വിറ്റത് എവിടെയാന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പഞ്ചാബ് എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അത് ഉത്തരാഖണ്ഡോ ജാർഖണ്ഡോ ഉത്തരത്തിൽ ഓപ്ഷൻസിൽ കൊടുത്താലും നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഐഡിയ മാത്രമാണ് നമ്മൾ, ആ സ്ട്രാറ്റജി മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. രവി പഞ്ചാബിലാണ് തേൻ വിറ്റത് കേട്ടോ. രവി പഞ്ചാബിലാണ് തേൻ വിറ്റത്. അപ്പൊ ഭഗീരഥി എന്താണ്? ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തെറി പറയും. ഓക്കെ, മഹാനായ ഒടിയനാണ് ആര്? ഹിരൺ. മഹാനായ ഒടിയനാണ് ഹിരൺ. രവി പഞ്ചാബിലാണ് തേൻ വിറ്റത്. രവി പഞ്ചാബിലാണ് തേൻ വിറ്റത്. ഓക്കെ, ഇനി അടുത്തത്, ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. PSC റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കോഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്ത ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് അവസാനത്തെ കോഡാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് തിരിച്ചു വരാം. ഇത് അത്തരത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കോഡല്ല, എങ്കിലും ചെറിയ ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കാം. ജലം എന്ന് പറയുന്ന നദി ജമ്മു കാശ്മീരിലാണ്. അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ് ഉറി ഡാം. ഇത്രേ ഉള്ളൂ. ജലം ജമ്മു കാശ്മീരിലെ ഉറിയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, ജലം എന്നുള്ളത് ജലാക്കുക. ഓക്കെ, ജലം ജമ്മു കാശ്മീരിലെ ഉറിയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, ജമ്മു കാശ്മീരിലൊക്കെ ഉറിയിലാണ് എന്ത് എടുത്തു വെച്ചിട്ടുള്ളത്? ജലം എടുത്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, ജലം എന്ന് പറയുന്നത് നദിയുടെ പേരാണ്. സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. അവിടെ ഉറിയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത് എന്നുള്ളതിൽ നിന്ന് ഉറി ഡാം എന്നുള്ളത്. അപ്പൊ ഉറി കെട്ടിക്കഴിഞ്ഞാൽ അത് ജമ്മു കാശ്മീരിലാണ്. ഉറി എവിടെ കെട്ടിത്തൂക്കുക? മുകളിലാണ് കെട്ടിത്തൂക്കുക. ജമ്മു കാശ്മീർ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഏറ്റവും മുകളിലല്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഉറി ഡാം ജമ്മു കാശ്മീരിലാണ്. ജലമാണ് അതിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ജലം നദിയിലാണ്, ജമ്മു കാശ്മീരിലാണ്, ഉറി ഡാം ആണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ആലോചിച്ചാൽ ഈ ഒരു ടേമും നിങ്ങൾ മറന്നുപോവില്ല. ഓക്കെ, ഇനി അടുത്തത് അവസാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗോദാവരി നദിയിലാണ്. മഹാരാഷ്ട്രയിലെ ഗോദാവരി നദിയിലാണ് പൈത്താൻ പ്രൊജക്റ്റും ബബ്ലി പ്രൊജക്റ്റും. ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഗോദാവരി നദിയിലാണ്, മഹാരാഷ്ട്രയിലാണ് പൈത്താൻ പ്രൊജക്റ്റും ബബ്ലി പ്രൊജക്റ്റും. ഓക്കെ, അപ്പൊ ഇത് കോഡുകളൊന്നും ഞാൻ കണ്ടുപിടിച്ചില്ല, എന്നാലും നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു വെക്കാൻ വേണ്ടി, ഗോദാവരി അല്ലെ, വരി നിൽക്കുക എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മൾ ഒരു ക്യൂ, വരി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ? ഒരു ബിവറേജോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവിടെ കിട്ടുന്ന സുലഭമായി കിട്ടുന്ന ഒരു സംഭവമാണ് MH എന്ന് പറയുന്നത്. ഓക്കെ, പലർക്കും ഇത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒരു ചെറിയൊരു കോഡ് പറയാൻ ഉദ്ദേശിക്കുകയാണ്. വരി നിൽക്കുന്നത് എവിടെയാണ്? സാധാരണഗതിയിൽ ബിവറേജിന്റെ മുമ്പിലാണ്. അവിടെ കിട്ടുന്ന ഒരു സംഭവമാണ് MH. മഹാരാഷ്ട്ര എന്ന് ആലോചിക്കുക. അപ്പൊ ഗോദാവരി മഹാരാഷ്ട്രയിലാണെന്നുള്ളത് മറന്നു പോരുത്. വരി നിൽക്കുന്നത് MH വാങ്ങാനാണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, പിന്നെ പൈത്താൻ പ്രൊജക്ട്, ബബ്ലി പ്രൊജക്റ്റും അതിന് ഞാൻ സ്പെഷ്യൽ കോഡുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പൈത്താൻ എന്ന് പറയുന്നത്, പൈത്തൺ എന്ന് പറയുന്നത് എന്താണ്? പൈത്തൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു പാമ്പാണ്. അപ്പോ ഇതുമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല. ബബ്ലി പ്രൊജക്റ്റും അതിന്റെ കൂട്ടത്തിൽ ഓർത്തു വെക്കുക. അപ്പൊ പൈത്താൻ പ്രൊജക്റ്റും ബബ്ലി പ്രൊജക്റ്റും ഗോദാവരിയിലാണ്. ഓക്കെ, വരി നിന്നാലാണ് MH മഹാരാഷ്ട്രയിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഭഗീരഥി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തെറി പറയും. മഹാനായ ഒടിയനാണ് ഹിരൺ. രവി പഞ്ചാബിലാണ് തേൻ വിറ്റത്. ജലം ജമ്മു കാശ്മീരിലെ ഉറിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോദാവരി MH പൈത്താൻ പ്രൊജക്ട്, ഗോദാവരി MH ബബ്ലി പ്രൊജക്ട്. എന്റേതായിട്ടുള്ള ആശയങ്ങൾക്കനുസരിച്ച് ഞാൻ ഉപയോഗിക്കുന്ന ഒരു രീതി ഉപയോഗിച്ചെന്ന് മാത്രം. കൂട്ടുകാർക്ക് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ തെറി പറയാതെ ഇതെന്ത് ചെയ്യരുത്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. തീർച്ചയായും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ കമന്റുകളിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അറിയിച്ചാൽ മാത്രമേ ഇനി ഇതുപോലുള്ള മെമ്മറി ട്രിക്കുകൾ നമ്മൾ തുടരണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുകയുള്ളൂ. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ തൽക്കാലം നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഭഗീരഥി ടീച്ചർ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തെറി പറയും. ഭഗീരഥി, ഉത്തരാഖണ്ഡ്, തെഹ്രി ഡാം. മഹാനായ ഒടിയനാണ് ഹിരൺ. ഓക്കെ, ആ ടേമുകൾ ഏതെങ്കിലും ഒരു ടേം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തുള്ളതൊക്കെ ഓപ്ഷനിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി രവി പഞ്ചാബിലാണ് തേൻ വിറ്റത്. ഗോദാവരി MH പൈത്താൻ പ്രൊജക്ട്, ഗോദാവരി MH ബബ്ലി പ്രൊജക്ട്. ജലം ജമ്മു കാശ്മീരിലെ ഉറിയിലാണ്. ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. തൽക്കാലത്തേക്ക് അടുത്ത ലെസണിൽ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി, നമസ്കാരം.